മുന്നാക്ക സംവരണ ബില്ല് ലോക്സഭയിൽ പാസായപ്പോൾ മുത്തലാഖ് വിവാദത്തിലെ പ്രതിച്ഛായ നഷ്ടം തിരിച്ചുപിടിച്ച മുസ്ലിം ലീഗ് കോൺഗ്രസ് അടക്കം ബില്ലിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയപ്പോഴും ശക്തമായ എതിർസ്വരമായി മാറാൻ സഭയിൽ ലീഗിന് സാധിച്ചു. മുത്തലാഖ് വോട്ടെടുപ്പ് ദിവസം ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിൽ എത്താതിരുന്നതിനെ തുടർന്നുള്ള വിവാദം ലീഗിനെ പിടിച്ചുലച്ചിരുന്നു. മതസംഘടനകളടക്കം ശക്തമായ വിമർശനം ഉന്നയിച്ചതോടെ ലീഗ് കടുത്ത പ്രതിരോധത്തിലുമായി. അതിനാൽ തന്നെ തുടർന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം ഏറെ കരുതലോടെയാണ് ലീഗ് നടത്തിയത്. കേരളത്തിൽ KS സംവരണ അട്ടിമറിക്കെതിരെ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് യോജിച്ച പോരാട്ടത്തിന് തീരുമാനമെടുത്തു. പിന്നാലെ ദേശീയ രാഷ്ട്രീയത്തിലും നിർണായകമായ നീക്കം ലീഗ് നടത്തി. മുന്നോക്ക വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സംവരണം നൽകാനുള്ള ബില്ലിനെ ലീഗ് ശക്തമായി തന്നെ എതിർത്തു. ഇതിനെ വിമർശനങ്ങളെ മറികടക്കാനുള്ള ശ്രമമാക്കി കൂടി മാറ്റിയെന്നതാണ് യാഥാർത്ഥ്യം. ബില്ല് സംവരണമെന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണെന്ന നിലപാടാണ് ലീഗ് സഭയിൽ ഉയർത്തിയത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ മുന്നാക്ക സംവരണത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയപ്പോഴും നിലപാടിൽ വെള്ളം ചേർക്കാതെ ലീഗ് നിലകൊണ്ടു. പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഇ.ടി. മുഹമ്മദ് ബഷീറും എതിർത്ത് വോട്ട് ചെയ്തു. ലീഗിന് പുറമെ AIMIM മാത്രമാണ് ബില്ലിനെതിരായി നിലപാട് വോട്ടെടുപ്പിലെടുത്തത്. കോൺഗ്രസ് നിലപാടിനെ പോലും തള്ളി ന്യൂനപക്ഷങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാനായി നിലകൊള്ളുമെന്ന പ്രതീതി സൃഷ്ടിക്കാനും ലീഗിന് കഴിഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.